ഓൾമോസ്റ്റ് എല്ലാ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനും ലങ്സിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ഓരോ അസുഖത്തിനും ഓരോ തരത്തിലാണ്. ഫോർ എക്സാമ്പിൾ സ്ക്ലിറോഡർമയാണ് 80% ആളുകൾക്ക് ലങ്സിനെ ബാധിക്കാം. റുമറ്റോയിഡിലാണ് 25-30% വരെ. SLലാണ് ഒരു 15-20% വരെ. അപ്പോൾ ഓരോന്നിനും വ്യത്യാസമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് ലങ്സിനെ ബാധിക്കും? പലപ്പോഴും പലതരത്തിൽ ബാധിക്കാമെങ്കിലും ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഏറ്റവും നമ്മൾ ഡ്രെഡഡ് എന്ന് പറയുന്നത് ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസാണ്. അതായത് ലങ്സിന് ചുരുങ്ങുക, ഫൈബ്രോസിസ് എന്ന് പറയും. അതായത് ലങ്സിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞു വരുന്ന, ലങ്സ് ചുരുങ്ങുന്ന അസുഖത്തിനെയാണ് ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ അസുഖം ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയുന്നത്? വിട്ടുമാറാത്ത ചുമയുണ്ട്, അല്ലെങ്കിൽ നടക്കുമ്പോൾ ശ്വാസം മുട്ടുന്നു, പലപ്പോഴും ഡ്രൈ കോഫ് എന്ന് പറയും. അതായത് വിട്ടുമാറാതെ ചുമയ്ക്കുന്നു, അത് വലിയ സ്പ്യൂട്ടം ഉണ്ടാകില്ല, കഫം ഉണ്ടാകില്ല. ഈ ചുമ വരുമ്പോൾ എന്താ, ഇൻറ്റർസ്റ്റീഷ്യൽ ഡിസീസ് തുടങ്ങി പതുക്കെ 5% ഇൻവോൾവ് ആകുമ്പോൾ ചുമ തുടങ്ങും. അത് 10, 15, 20, 25% ആകുമ്പോഴാണ് പതുക്കെ നമ്മൾ പടി കയറുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടൽ വരിക, അത് കിതയ്ക്കുക. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിലർക്ക് ഒരു സിംറ്റവും കാണില്ല. കാര്യം എന്താ, ആർത്രൈറ്റിസ് വന്ന് ഇവർ പെട്ടെന്ന് നടക്കത്തില്ലോ, വളരെ പതുക്കെയല്ലേ നടക്കുന്നത്. അപ്പോൾ അവർക്ക് ശ്വാസം മുട്ടൽ ഉണ്ടാകുന്നത് തിരിച്ചറിവ് പോലും പലപ്പോഴും കാണില്ല. പക്ഷേ നല്ല രീതിയിൽ കണ്ടുപിടിക്കുന്ന 2 മെത്തേഡ്സിലാണ് സാധാരണ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒന്ന് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയും. അതായത് ഊതി നോക്കുന്ന ടെസ്റ്റാണ്. ഒരു മെഷീനിലേക്ക് നമ്മൾ ഊതുകയും നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി എത്രയുണ്ടെന്ന് നോക്കുക. സസ്പെക്ട് ചെയ്യുന്നവർക്ക് CT സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ലങ്സിനെ ബാധിച്ചിട്ടുണ്ടോ, എത്രമാത്രം ബാധിച്ചിട്ടുണ്ടോ, ഏത് തരത്തിലാണ് ബാധിച്ചിരിക്കുന്നതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും ഇത് സമയത്ത് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ശ്വാസകോശത്തിൻ്റെ ഫംഗ്ഷൻ കുറഞ്ഞു വരികയും മൂക്കിൽ ഓക്സിജൻ വെക്കേണ്ടി വരും, അത് ഓക്സിജൻ റിക്വയർമെൻറ്റ് ഉണ്ടാകും. അങ്ങനെ ആളുടെ മരണത്തിലേക്ക് വരെ അത് നയിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ലങ് ഡിസീസ് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ വീഡിയോ നോക്കുന്ന ആർക്കെങ്കിലും തോന്നാം, എനിക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ട്, എനിക്ക് ലങ്സിനെ ബാധിച്ചിട്ടുണ്ട്, അപ്പോൾ എൻ്റെ കാര്യം ബുദ്ധിമുട്ടാണോ? ഒരിക്കലുമല്ല. എല്ലാവർക്കും ലങ്സിൻ്റെ ഫംഗ്ഷൻ കുറയില്ല. ചിലർക്ക് ഒരു 5, 8, 10 വർഷമായിട്ട് ലങ് ഫംഗ്ഷൻ 75%, ലങ്സിനെ ബാധിച്ചിട്ടുണ്ട്, പക്ഷേ ലങ്ങിൻ്റെ ഫംഗ്ഷൻ 75%, 80% തന്നെ പോകുന്നവരുണ്ട്. അപ്പോൾ ഒരിക്കലും ഭയക്കേണ്ട കാര്യമില്ല. ലങ്സിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ നോക്കേണ്ടത് സീരിയലായിട്ട് 6 മാസത്തിലൊരിക്കൽ ഫോഴ്സ്ഡ് വൈറ്റൽ ലങ്സിൻ്റെ വോളിയം നമ്മൾ മെഷർ ചെയ്ത് നോക്കുക. അത് കുറയുന്നുണ്ടോ, കൂടുന്നുണ്ടോ, എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾക്ക് വിട്ടുമാറാത്ത ചുമയുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വരുമ്പോൾ റുമറ്റോളജിസ്റ്റിനൊക്കെ പറയുക, ഡോക്ടർ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പലപ്പോഴും ഡോക്ടർ PFT ചെയ്യാനും എക്സ്റേ ചെയ്യാനൊക്കെ പറയും. അത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ CT എടുത്തു കഴിഞ്ഞാൽ അസുഖം ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കും. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് വരുതിയിൽ വരുത്താനും സാധിക്കും. അതിനൊരു ട്രീറ്റ്മെൻറ്റ് മോഡിഫിക്കേഷൻ സമയത്ത് കണ്ടുപിടിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എസ്പെഷ്യലി സ്ക്ലിറോഡർമയിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത്. അതുകൊണ്ട് സ്ക്ലിറോഡർമ പേഷ്യൻസിന് എല്ലാവർക്കും തന്നെ ഫസ്റ്റ് ഇയറിൽ തന്നെ CT എടുത്ത് നോക്കണം. CT എടുത്ത് ലങ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ ഒരു തരത്തിലും ഭയക്കേണ്ട കാര്യമില്ല. ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് ഉണ്ട്, ലങ്സിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് ചികിത്സിച്ച് കഴിഞ്ഞാൽ സാധാരണ ജീവിതത്തിലേക്ക് നയിക്കാൻ സാധിക്കും. മാത്രമല്ല നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനും സാധിക്കും.